ജാക്കറ്റ് ടൈപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഹാൻഡിലും കൂടെ നമ്മൾ ഹെവി വർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു എലൈൻ എക്സസ് തുടങ്ങിയ ഒരു ലാർജ് സൈസ് വരെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ആട്ടോ. ഇതൊരു ഹിറ്റ് മോഡലാണ്. മഞ്ജു വാര്യർ ഇട്ട ഒരു മോഡലാണ്. നെറ്റ് കോട്ടയിൽ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്ത ഒരു പിൻടെക്സ് പാറ്റേണിൽ നമ്മൾ കുറച്ച് പ്രീമിയം ആയിട്ടൊക്കെ ചെയ്യുന്ന സെക്ഷൻസ് യോക്കിൽ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ. എസ് തുടങ്ങി എക്സൽ സൈസ്. ഞാൻ ഇവിടുന്ന് വരാറുണ്ട്, അത്യാവശ്യം സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. എവിടുന്ന വരാറ്? തൃശ്ശൂര്. ഇപ്പോഴും ഈ 365 ഡേയ്സ് സെയിൽ വരുന്നത് ഈ ഒരു ഫിനിഷിങ്ങിന്റെ ഒരു പുറത്താണ്. ഇത് സൗത്ത് കോട്ടണിൽ വരുന്നത് കോട്ട് സെറ്റ്. റെഡില് വൈറ്റില് റെഡ് കളറായിട്ട് 3 പീസിൽ ഒരു എംബ്രോയിഡറി കോൺസെപ്റ്റില് മൽക്കോട്ടണില് ഫുൾ ത്രെഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന മൊത്തം ക്രിസ്മസിന്റെ ഒരു മൽക്കോട്ടണില് ക്രിസ്മസ് തീമിൽ ചെയ്തിരിക്കുന്നതാ. എങ്ങനെ ട്രേഡിംഗ് ആണോ എന്നല്ല, നമ്മൾ മാനുഫാക്ചറേഴ്സ് ആണ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം മാർക്കറ്റിൽ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റി കുർത്തീസ് കാണാറില്ലേ? പക്ഷെ സ്ഥിരമായിട്ട് ഓരോ കടയിൽ എപ്പോഴും ഇങ്ങനെ വെറൈറ്റികൾ മാറിക്കൊണ്ട് പുതിയ പുതുമകൾ നമുക്ക് കുർത്തീസിൽ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് സ്ഥിരം വരുന്ന ഒരു ഷോപ്പ് തന്നെയാണ്, പക്ഷെ വെറൈറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയിട്ടാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എറണാകുളം പ്രസ് ക്ലബ് റോഡിൽ. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ പ്രസ് ക്ലബ് റോഡ് മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ CSB ബാങ്ക് കാണാം തൊട്ട് മുന്നിൽ തന്നെ. അതിൻ്റെ അടുത്തായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്തുള്ള ലാൻഡ്മാർക്ക്. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ സിലോൺ ബേക്കേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ബാക്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. യെസ്, ദി ഡോട്ട്സ് വെറൈറ്റി കുർത്തീസ് വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണം, ഡോട്ട്സിലേക്ക് വരണം. ഞാൻ ഇട്ടിരിക്കുന്നത് അവരെ തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. പിന്നെ ഫെസ്റ്റിവൽ സമയത്ത് എപ്പോഴും ഇങ്ങനെ കളക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ വെറൈറ്റീസ് ഒന്ന് നോക്കിയാലോ? വരും. നമ്മുടെ മിന്നമ്മയുടെ ഇവിടെ സീറ്റിലുണ്ടാവാറുണ്ടല്ലോ, കാണാനില്ലല്ലോ. ബാഗ് ഉണ്ടല്ലോ ആളുടെ. ആ, ഒളിച്ചു നിൽക്കായിരുന്നോ? എന്താണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. നല്ല ക്രിസ്മസ് തുടങ്ങിയാ? ക്രിസ്മസ് സ്റ്റാർട്ട് ആവുന്നു. അതിന്റെ വെറൈറ്റീസ് ഞങ്ങൾ ഇങ്ങനെ ഇടുന്നു അല്ലേ? ഓക്കെ, ഇവിടെ എന്താ നടക്കണ? പാക്കിംഗ്. ഇത് ഇന്നത്തെ ബില്ലിങ്ങുകള് സ്റ്റാർട്ട്. ഇവിടുത്തെ ബില്ലിംഗ് ഒക്കെ നല്ല തിരക്കുണ്ടല്ലോ എപ്പോഴും. നമുക്കിപ്പോ ABCD എഴുതി പഠിക്കാ. നമ്പർ ഇട്ടതാ. ഓക്കെ, പാക്കിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ഫുൾ ഇങ്ങനെ പാക്കിംഗ്. അതാ ക്രിസ്മസ് അല്ലോ, സീസൺ ആണെങ്കിലും സീസൺ അല്ലെങ്കിലും ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ പാക്കിംഗ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ പ്രശ്ന വെറൈറ്റി എന്താ കാണിക്കാനുള്ളത് നമുക്ക്? ഒരുപാടുണ്ട് കാണാൻ. എവിടെയാ? താഴത്തേക്ക് പോവാം. ബില്ലിംഗ് ചേച്ചിമാരെന്ന് പറയാൻ പറ്റില്ല, മോശാക്കി. ഹായ് പറയും. ഹായ് പോവാ നമുക്ക് താഴത്തേക്ക്. അപ്പൊ വെറൈറ്റി ധമാക്കാസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ മൊത്തം താഴത്ത് പോയിട്ട് നമുക്ക് വെറൈറ്റീസ് കാണാം. വരും. നിലത്താണ് ഇവരുടെ മൊത്തം കളക്ഷൻസ് ഒലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വരുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ആ അറ്റം വരെ നിറയെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് തൊട്ട് കളക്ഷൻസ് സ്റ്റാർട്ട് ആവും കേട്ടോ. ഇഷ്ടം പോലെ ബൾക്ക് ആയിട്ടുള്ള കളക്ഷൻസ്. അപ്പൊ ഈ ഒരു സൈഡ് കോട്ടൺ. ഇതിപ്പോ നമ്മൾ കോട്ടൺ 2 പീസ് നമ്മൾ സെക്ഷൻസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട്. ഇത് 2 പീസിന്റെ സെക്ഷൻ. ഈ കാണുന്നത് മൊത്തം 2 പീസിന്റെ സെക്ഷനാണ് വരുന്നത്. അപ്പൊ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും കുർത്തി കോട്ടൺ. ഒരു തൊപ്പിക്കാരിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. തൊപ്പിക്കാരി കസ്റ്റമർ അല്ലേ? ആ, ബാഗൊക്കെ ഇട്ട് വെച്ചത് കോടികളുടെ കാശൊക്കെ ചെക്ക് വീഡിയോയിൽ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇവിടെ നല്ല കളക്ഷൻസ് ആണ്. കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പ്ലീറ്റ്സ് വരുന്ന കട്ടൊക്കെ അധികം കിട്ടാറില്ല. ഇപ്പൊ ചേച്ചി ഇട്ടാക്കണ ടൈപ്പ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുന്ന് വരാറുണ്ട്, അത്യാവശ്യം സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. വരാറ്? തൃശ്ശൂര്. എന്റെ നാട്ടുകാരിയാണ്. എവിടെ സ്ഥലം? തൃശ്ശൂര് പാവർട്ടിന്നാണ്. അപ്പൊ കുറച്ച് അടുത്ത്. നമുക്ക് ഞാനിപ്പോ ബോംബെയിൽ നിന്നും കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ എടുക്കുന്നതിലും ഇവിടെ ലൈനിങ് ഒക്കെ വെച്ച് നമ്മുടെ നാടിന്റെ ടേസ്റ്റില് കറക്റ്റ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം. ഇനിയിപ്പോ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. റേറ്റിനെ കുറിച്ചിട്ട് നല്ലതാണ്. റേറ്റും അഫോർഡബിൾ ആണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന കുഴപ്പമില്ല. ഷോപ്പിന്റെ ഞാൻ പേര് ചോദിക്കുന്നില്ല, കാരണം പ്രൊമോഷനായി മാറും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്തായാലും താങ്ക് യു. പേര് ചോദിച്ചില്ലേ? ഡാൻലിയ. താങ്ക് യു. നല്ല ലുക്ക് അതിന്റെ കേട്ടാ. ചുടിദാറൊക്കെ സാരിയൊക്കെ കൊടുത്തരും എന്ത് ഭംഗിയായിരിക്കല്ലേ. ഞാൻ അതൊക്കെ ഇങ്ങനെ സങ്കല്പിക്കാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി എന്താ വെറൈറ്റി കാണിക്കാൻ? ഇവിടെ മൊത്തം കോട്ടന്റെ വെറൈറ്റീസ്. ഈ കാണുന്നത് മൊത്തം കോട്ടന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ്. പിന്നെ ഈ ബൾക്കൊക്കെ ഇനി ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സ്റ്റോക്കാ. കാരണം ഇത് ഡെയിലി കുറച്ച് കഴിയുമ്പം ഇത് പോകുമ്പോൾ നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്ത് കയറ്റി വെക്കാനുള്ള സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. ഓക്കെ, പിന്നെ ഇവിടെയും കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് ഇവിടെ നോക്കിയാൽ നിറയെ കുർത്തീസ് ആണ് കാണുന്നത്. മൊത്തം ഇത് വെറൈറ്റി സെക്ഷൻസ്. നമ്മള് കുറച്ച് പ്രീമിയം ആയിട്ടൊക്കെ ചെയ്യുന്ന സെക്ഷൻസിലാണ് ഇത് ഫുൾ. എന്നിട്ട് പിന്നെ ജോർജറ്റിലെ വെറൈറ്റീസ്, ത്രെഡ് വർക്ക്സ്, അങ്ങനെ വരുന്ന
സെക്ഷനാണ് ഈ ഫുൾ സെക്ഷൻ. ഇവിടെയും ഫുൾ ഹാൻഡ് വർക്കിന്റെ നോക്കി നല്ല നല്ല കളക്ഷൻസ് ഇരിക്കുന്നത്. അതിലൊക്കെ നല്ല നല്ല കളേഴ്സും നല്ല വെറൈറ്റീസും ഒക്കെ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തുടങ്ങിയ ഒരു ഫീൽ വന്നത്. കാരണം എന്താ ഉള്ളിൽ മൊത്തം ക്രിസ്മസിന്റെ. അതെ, മൊത്തം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓരോ സീസൺ വൈസ് നമ്മൾ ഓരോ സെക്ഷൻ ആക്കി എടുക്കാറുണ്ട്. ഇത് ഫുള്ള് ക്രിസ്മസിന്റെ സ്റ്റോക്ക് ആണ്. ഫുൾ ക്രിസ്മസിന്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എത്രയോ കളേഴ്സ് എന്ന് പറയുമ്പോൾ വെറൈറ്റി കളർ എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്രിസ്മസിന്. പിന്നെ ഒരു ഓഫ് വൈറ്റ് ബേജ് കളർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഫുൾ വെറൈറ്റീസ് ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ. അതെ, കാണാം. എവിടെ നിന്ന് തുടങ്ങണേ? ഫസ്റ്റ് തുടങ്ങിയാലോ? അവിടെ നിന്ന് ആ വെറൈറ്റി വെച്ച് പിടിക്കാലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ആദ്യമേ ക്രിസ്മസിന് വേണ്ട അത് മാത്രമായിട്ട് നിങ്ങൾ ഓടി വരില്ലേ കാണാൻ? വെറൈറ്റീസ് അവിടെ നിന്ന് 2 പീസിൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ശരി. അപ്പൊ അങ്ങടെ ഏറ്റവും ഫസ്റ്റ് നിന്ന് പോട്ടെ. എന്തായാലും നിറയെ കുർത്തീസ് ആണ്. പോവാം. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോഡ് സെറ്റ്. അതായത് 2 പീസിന്റെ വെറൈറ്റീസ്. 2 പീസ്. ടോപ്പും ബോട്ടവും വരുന്ന വെറൈറ്റീസ് കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 പീസിന്റെ സെറ്റ് ആണ് മൊത്തം വരുന്നത്. അപ്പൊ കോട്ടൺ ആണ് മെയിൻ ആയിട്ട് കൂടുതൽ. കോട്ടൺ ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എല്ലാവരും കോട്ടൺ ആണ് കൂടുതൽ എൻക്വയറി ഉള്ളത്. എത്ര സമ്മർ ആയാലും എത്ര വിന്റർ ആയാലും എന്തായാലും കഴിഞ്ഞിട്ടേ ഉള്ളൂ കസ്റ്റമേഴ്സിന് ബാക്കി എന്ത്. തുടങ്ങാം. ഇത് ഫുൾ കാണുന്നത് വീവിംഗ് ആണ് കേട്ടോ. ഈ പ്ലീറ്റഡ് ആണ് നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല ഫിനിഷിംഗിലാണ് നമ്മൾ ഈ ഫ്ലീറ്റ്സ് ചെയ്തിരിക്കുന്നത്. അതും ഇതൊരു കോഡ് സെറ്റ് ആണ്. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇത് ഇതിന്റെ ബോട്ടം വരുന്നത്. സ്ട്രൈപ്സ് ബോട്ടം സെയിം തുണിയിൽ തന്നെയാണ്. പിന്നെ പൈപ്പിങ്ങിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് യോക്ക് വന്നിരിക്കുന്നത്. നമുക്ക് മെയിൻ കസ്റ്റമേഴ്സ് വരുന്നത് നമ്മുടെ ഫിനിഷിംഗ് കണ്ടിട്ടാണ്. അത്രയും നമ്മളൊരു ബുട്ടീക്കിന്റെ അത്രയും ഫിനിഷിംഗിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും ചെയ്തിരിക്കുന്നത്. അപ്പൊ റേറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് നമ്മൾ പറയില്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്. അപ്പൊ മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ റേറ്റ് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ആഗ്രഹം ഉണ്ട് അറിയണം എന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് പറഞ്ഞു നമ്പർ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ ഇതിൽ എത്ര കളേഴ്സ് അവൈലബിൾ അങ്ങനെ എന്തെങ്കിലും? ഇതിൽ നമ്മൾ മിനിമം നമ്മളൊരു 5 കളേഴ്സ് എങ്കിലും ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യും. 5 to about 10 കളേഴ്സ് വരുന്ന പാറ്റേൺസ് വരെ ഉണ്ട്. ഓക്കെ, അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിലും ഇതൊരു ഹാൻഡ് വർക്കിന്റെ സെറ്റ് ആണ്. കോഡ് സെറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്നത്. ഇത് ബോട്ടം, ഇത് ടോപ്പ് വിത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട്. പിന്നെ പൈപ്പിങ്ങിന്റെ ഒരു ഫിനിഷിങ് അത് ചിലതിൽ അങ്ങനെ കാണാറില്ല. ചില വെച്ചാൽ വേറെ സ്ഥലത്തൊക്കെ പക്ഷെ എപ്പോഴും ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് വെറുതെ ഇങ്ങനെ മടക്കി വെച്ചിട്ടാ. പക്ഷെ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു പൈപ്പിങ്ങിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഈ 365 ഡേയ്സ് സെയിൽ വരുന്നത് ഈ ഒരു ഫിനിഷിങ്ങിന്റെ ഒരു പുറത്താണ് കസ്റ്റമേഴ്സ്. അതിപ്പോ ഞാൻ കേട്ടു, നമ്മുടെ സ്വന്തം തൃശ്ശൂകാരിയാണ് പറഞ്ഞത്. പിന്നെ ഇതും 2 പീസിന്റെ തന്നെ സൗത്ത് കോട്ടണില് 2 പീസ്, സ്ലബ് സിൽക്കിൽ വരുന്ന 2 പീസ്. ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന ത്രെഡ് വർക്ക് കാണുന്നത് മൊത്തം വീവിംഗ് ആണ് വരുന്നത്. എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. 4-5 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. ഇത് ഈ കളർ ഇഷ്ടമായില്ല. സ്ലബ് കോട്ടണില് വിത്തൗട്ട് ലൈനിങ്. എല്ലാവർക്കും ലൈനിങ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാതെ ഉള്ള ഒരു കോഡ് സെറ്റ് ആണ്. കോഡ് സെറ്റ് ഇത് കളേഴ്സും മാറി മാറി കിട്ടും കേട്ടോ, ഇഷ്ടമുള്ള കളേഴ്സ്. ഇതും ഇക്കത്ത് കോട്ടണില് നല്ല കളറല്ലേ. ഇതിപ്പോ ലെവൻഡർ ഇപ്പൊ ട്രെൻഡാ. അതെ, അത് ഇക്കത്തിന്റെ പ്രിന്റില് നമ്മള് ഇത് ചെയ്തിരിക്കുന്നത് വിത്ത് പോക്കറ്റ്സോട് കൂടെയാണ് നമ്മൾ കോഡ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് പ്രിൻസസ് കട്ടാണ്. ഇനി പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ പ്രിൻസസ് കട്ട് അല്ല. ഈ സൈഡിൽ ഫുൾ ഇങ്ങനെ പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ്. സാധാരണ ആ ഒരു ഫിനിഷിങ് എല്ലാവർക്കും ഉണ്ടാവില്ല. ആ ഫിനിഷിംഗ് ഒന്ന് സൂം ചെയ്തൊന്ന് കാണിക്കും. നല്ല അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ആ ഒരു ഫിനിഷിങ്, ആ ഒരു ക്വാളിറ്റിയാണ് ഡോട്ട്സിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. റേറ്റ് പിന്നീടുത്ത കാര്യം, പക്ഷെ ഫിനിഷിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. കസ്റ്റമേഴ്സിന് ഇടുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതെ, അടുത്തതും കോട്ടണിൽ തന്നെയാണ് വിത്ത് പാച്ച് വർക്ക്. ലേസ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് ലേസ് പാറ്റേൺ ആണ്. ബോട്ടത്തിന്റെ ഒരു ചെറിയ പീസ് നമ്മൾ യോക്കായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തോരം വെറൈറ്റി വേണോ, എങ്ങോട്ട് വരണോ. എപ്പോഴും വെറൈറ്റീസ് കിട്ടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇതങ്ങനെ എപ്പോഴും റിപ്പീറ്റ് അല്ല, നമുക്ക് ഇങ്ങനെ മാറി മാറി ചെയ്യണം. കസ്റ്റമേഴ്സിന് ഇന്ന് കണ്ടത് പിന്നെ നെക്സ്റ്റ് വീക്ക് വരുമ്പോ വേണ്ട, വേറെ വെറൈറ്റിയാ ചോദിക്കുന്നത്. അതെ, ഇതും ബാന്തിനിയുടെ ഒരു ടച്ചിൽ തന്നെ കേട്ടോ, ലഹരിയ മോഡൽ. ഇതും 2 പീസിൽ വരുന്ന വെറൈറ്റി. അപ്പൊ ബാന്തിനിയും ലഹരിയുടെ ടച്ച് ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കോട്ടന്റെ കുർത്തി വരുന്നത്. 2 പീസിന്റെ ഒരു സെറ്റ് കേട്ടോ. ഇത് സൗത്ത് കോട്ടണിൽ വരുന്നത് കോഡ് സെറ്റ്. ഇതിന്റെ സാരി ഒക്കെയാണ് ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ സാരി ഉടുക്കാൻ മടിയായതുകൊണ്ട് അത് നമ്മൾ കുർത്തിയായി മാറ്റി. പക്ഷേ പ്ലെയിൻ ബോട്ടം ആണ് ഇതിന് വരുന്നത്. പ്ലെയിൻ ബോട്ടത്ത് ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സെയിം വീവിങ് തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും വരുന്നുണ്ട് കേട്ടോ. ഫുൾ വർക്കോട് കൂടി തന്നെയാണ്. ഇത് അടുത്തത് ഇതൊരു ഹിറ്റ് മോഡലാണ്. മഞ്ജു വാര്യർ ഇട്ട ഒരു മോഡലാണ്. അത് നമ്മൾ
അത് കോപ്പി ചെയ്ത് നമ്മൾ ചെയ്തതാണ്. എന്തായാലും മഞ്ജുമാര് ഇട്ട സെയിം ഊരി എടുക്കാൻ പറ്റില്ല. അതെടുക്കാൻ പറ്റില്ല. ഇത് തരാം. അതെ, ഇത് വിത്ത് പോക്കറ്റ്സ് ആട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലേ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ, ഇത് ഡബിൾ ഷെയ്ഡാണ്. ഡബിൾ ഷെയ്ഡ് സ്ലബ് സിൽക്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്നത്. പിന്നെ കളറും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര കളേഴ്സ് വേണോ ഇഷ്ടം പോലെ ഉണ്ട്. എവിടേക്ക് വരണം? ഡോട്ട്സ്. അതെവിടെയാ? പ്രസ് ക്ലബ് റോഡ്. അതെവിടെയാ? എറണാകുളം. അങ്ങനെ പറയാ. ഇത് ഒരു വീനെക്കിൽ കേട്ടോ, ഒരു കോളർ പാറ്റേൺ. ഇത് ചെറിയൊരു ഹാൻഡ് വർക്ക് ടച്ച് കൊടുത്തിട്ട് വീനെക്കിൽ ചെയ്തിരിക്കുന്നത് ഒരു വർക്ക്. അതിൽ ഫുൾ പ്രിന്റോട് കൂടി നമുക്ക് ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ നമുക്ക് ഇന്ന് കാണുന്നതായിരിക്കില്ല, ചിലപ്പോ ഇന്നത്തെ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയെങ്കിൽ നമ്മള് വേറെ പ്രിന്റ്സിലായിരിക്കും കൊണ്ടുവരും. അല്ല വിഷമിക്കണ്ട, കാരണം സ്റ്റോക്ക് എപ്പോഴും റെഡിയാണ്. ഗോഡൌണിൽ ഇപ്പോഴും സാധനം ക്രിസ്മസിന് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ അതറിഞ്ഞാൽ മതി നമുക്ക് അല്ലേ? അതെ. ഓക്കെ. ഇതൊരു ഇൻവേർട്ടഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വീനെക്കില് എ ലൈൻ ടൈപ്പ്. ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത്. ഇതൊക്കെ സൗത്ത് കോട്ടണിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. 2 പീസിന്റെ ഒക്കെ നല്ല കളക്ഷൻ. 2 പീസ് നല്ല ട്രെൻഡ് ആയി. ഇപ്പൊ 3 പീസും 2 പീസാണ് എല്ലാവരും കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ കുർത്തീസിൽ ഹാൻഡ് വർക്ക് ആയിരുന്നു ട്രെൻഡ്. ഇപ്പൊ കൂടുതലും സിമ്പിൾ ആയിട്ട് എടുക്കുന്നവർക്ക് ഓഫീസ് യൂസിനും എല്ലാം വെറുതെ ഒന്ന് പുറത്തു പോയി വരാനൊക്കെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ കോട്ടൺ കോട്ട് സെറ്റ് ആണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഒന്ന് നമ്മുടെ ഡിസൈനർ പാറ്റേൺ ആണ്. നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് ഇനിയിപ്പോ കാണിക്കാൻ പോണത്. ഇനി നെക്സ്റ്റ് ഇത് കാണിക്കാം. ഈ ഒരു സെക്ഷൻ പാർട്ടി വെയർ സെക്ഷൻ നമ്മൾ ഉടുത്തിരിക്കുന്ന ആ ഒരു വെറൈറ്റിയിലേക്ക് എടുക്കാം. ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ്. കുറച്ച് പാർട്ടി വെയർ കളക്ഷൻ. ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ വെറൈറ്റി കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കളക്ഷൻസിലേക്ക് എടുക്കാം. പറഞ്ഞോളൂ. ഇതൊരു ഫോക്സ് ജോർജറ്റില് നമ്മൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തതാണ് വർക്ക്. കൂടാതെ പ്രിൻസസ് കട്ടില് നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്രിൽസ് ചെയ്ത് അയൺ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ. കൂടാതെ സ്ലീവിലും നമ്മൾ ഹെവി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു 7 ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണ്. 7 ഷെയ്ഡ്സ് എന്നൊക്കെ പറയുമ്പോ 1-1.5 ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും. എന്തായാലും എനിക്ക് ഇവരുടെ ഒരു ഫിനിഷിംഗ് എല്ലാവർക്കും ഒരു പാർട്ടി വെയർ ഐറ്റംസ് ഇപ്പൊ ഇതല്ലേ ട്രെൻഡ്. ഇപ്പം കല്യാണ സീസണും അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു സെമി പാർട്ടി വെയർ ഐറ്റംസ് കൂടുതലും കാര്യമായിട്ടുള്ളത്. എല്ലാവർക്കും പണ്ടത്തെ ആർഭാടം വേണ്ട, സിമ്പിൾ ആയിരിക്കണം, എന്നാൽ നല്ല ലുക്കും വേണം. ഇനിയിപ്പോ എന്നെ കുറിച്ച് പറഞ്ഞു, ഇത് സിംഗിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ പാന്റ് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഈ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു, ഇത് നമ്മളൊരു മൽക്കോട്ടണിലെ ക്രിസ്മസ് തീമിൽ ചെയ്തിരിക്കുന്നതാ. അതും ഇതുപോലെ ഫ്ലീറ്റ്സ് ചെയ്തിട്ട് പോട്ട്ലി ബട്ടൺസ് ചെയ്ത് ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ സ്ലീവിൽ ഇതുപോലെ നമ്മൾ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മൾ മൽക്കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കൂടുതലും ട്രെൻഡായി വരുന്ന മൽക്കോട്ടൺ ഫാബ്രിക് ആണ്. മൽക്കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക്. ഇതിപ്പോ മറൂൺ ഷെയ്ഡ്. ഇപ്പൊ ക്രിസ്മസിന് ഇതിന്റെ വൈറ്റ്, റെഡ്, ബ്ലാക്ക് എല്ലാം ഉണ്ട്. കളേഴ്സ് അവൈലബിൾ ആണ്. അതിന് ഒരു ടെൻഷൻ അടിക്കണ്ട. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇനി വെറൈറ്റീസ് പിടിച്ച് കൂടുതൽ പ്രൊഡക്റ്റ് കാണിക്കുന്നോണ്ടാണ് നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോകാനാണോ എല്ലാവരും കാണിക്കുന്നത്. പക്ഷെ ഇത് മാത്രല്ല, ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി കുറച്ച് വെറൈറ്റീസ് കോപ്പി ആയിട്ട് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് സംഭവമൊക്കെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒളിപ്പിച്ച് വെച്ച സംഭവം ആണെങ്കിൽ എങ്ങോട്ട് വന്നേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതാ ഈ ഒരു വെറൈറ്റി നോക്കിയേ. ഇത് ആലിയ കട്ട് മോഡൽ. അതിനും ഫ്ലീറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാണ്. എല്ലാ സ്ഥലത്തെ പോലെയല്ല ഇവിടുത്തെ ഫ്ലീറ്റ് അയിന്. അതുപോലെ വാഷ് ചെയ്താലും ഇത് ഇതേപോലെ തന്നെ ഇരിക്കും. ഫുൾ ഹാൻഡ് വർക്കിന്റെ ടച്ചോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഹെവി വർക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഹെവി വർക്കിൽ വരുന്നതാണ്. ഒരു സൂപ്പർ കളക്ഷൻ കേട്ടോ. ഇനി വേഗം പെട്ടെന്ന് കാണിച്ചു പോകാൻ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ജാക്കറ്റ് ടൈപ്പ് ആണ്. ജാക്കറ്റ് ടൈപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. യോക്ക് പോർഷൻ ഇതുപോലെ വർക്ക് കവർ ചെയ്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ആണ് ആ ഒരു ജാക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ സിംഗിൾ കുർത്തീസ് അല്ലേ ഇപ്പൊ കാണിക്കുന്നത്? ഇതൊക്കെ സിംഗിൾ. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോ പീസേ കാണിക്കുന്നുള്ളൂ. ഓക്കെ. നമ്മൾ ആ ചാർട്ട് പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പീസ് വീതം സാമ്പിൾ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീഡിയോ കോൾ ചെയ്താലും നമ്മൾ ഇതിന്റെ എല്ലാ പ്രൊഡക്ട്സും കാണിക്കുന്നതായിരിക്കും. ഇത് മൽക്കോട്ടൺ ഫാബ്രിക് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഫാബ്രിക്. മൽക്കോട്ടണിൽ നമ്മൾ ഹാൻഡ് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് ടച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഫ്രിൽ ടൈപ്പ് പോട്ട്ലി ബട്ടൺസും കൂടെ കൊടുത്തിട്ട് ഇതൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. അന്ന് സിമ്പിൾ ആണ്. അന്ന് കാണുമ്പോൾ ഒരു ഗ്രാൻഡ് റോയൽ ലുക്ക് എന്നൊക്കെ പറയും. ആ ഒരു ഫിനിഷിങ്ങും ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇതും നമ്മൾ വിചിത്ര സിൽക്കിൽ ചെറിയൊരു ഇൻവേർട്ടഡ് ഫ്ലാപ്പ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഹെവി വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഗ്രീനില് ക്രിസ്മസിന് ഗ്രീനും വൈറ്റ് ആൻഡ് റെഡ് മാത്രം ഇങ്ങനെ തലയ്ക്ക് അടിച്ച് വരേണ്ട. ഗ്രീൻ ഒക്കെ ഇഷ്ടം പോലെ മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇനി ഗ്രീനിൽ വേറെ ഒരു മോഡൽ വേണമെന്ന് വെച്ചതാ. ഇതൊക്കെ കുറച്ച് പ്രീമിയം ടൈപ്പ് ആണ്. കാരണം ഇതിന്റെ വർക്ക്
ഹാൻഡിലും കൂടെ നമ്മൾ ഹെവി വർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആലിയ കട്ട് മോഡലിൽ. ആലിയ കട്ട് ഇപ്പൊ നമ്മൾ കുറെ ആയി ചെയ്യുന്നത്, പക്ഷെ ഇപ്പോഴും അതിന് എൻക്വയറി ഭയങ്കര കൂടുതൽ. കുറെ പേര് ഇങ്ങനെ ആലിയക്കട്ട് ഇപ്പൊ ഇത്തിരി ഡിമാൻഡ് കുറഞ്ഞു അല്ല, ഇപ്പോഴും ഡിമാൻഡിൽ ഉണ്ട് കേട്ടോ ആലിയക്കട്ട്. പക്ഷെ അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ആലിയക്കട്ടിന് ആ ഒരു ഡിമാൻഡ് കൂടുള്ളൂ അല്ലെ. നോർമൽ കണ്ണത് വിട്ടത് എല്ലായിടത്തും വിട്ടിട്ട് ഓക്കെ. ഇതുപോലത്തെ കളക്ഷൻസ് മാർക്കറ്റിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ഇത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻ. അതാണ് ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് റോഡിൽ നടന്ന് പോകുമ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ തന്നെ നടക്കുമ്പോൾ പുറത്ത് കാണുമ്പോൾ എന്താ വെറൈറ്റീസ് ആണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ആ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ എവിടെ കിട്ടും? ഡോട്ട്സിൽ നമുക്ക് എപ്പോഴും ഇട്ടാ. ഞാൻ ഈ ഒരു സീസൺ മാത്രമല്ല പറയണത്, ഇപ്പൊ നിങ്ങൾ ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എന്തൊരു ഫെസ്റ്റിവൽ ആയാലും. ഇപ്പൊ റംസാൻ ആണ് അടുത്തത്. നമ്മൾ ഒരു സീസൺ ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ അടുത്ത സീസണിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ ഈ ക്രിസ്മസിന് ഇപ്പൊ ഡിസംബർ 20-ാം തീയതി ആവുമ്പോഴേക്കും അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. ഇതൊക്കെ ഒരു 3 പാനൽ കട്ടില് നെക്ക് വർക്ക് വിത്ത് ബോട്ടം ആണ്. 2 പീസ് ആണ്. 2 പീസ് ആണ്. ഇത് നമ്മൾ അവിടെ കാണിക്കാൻ പറ്റില്ല, അതാ ഞാൻ ഇവിടെ കാണിച്ച്. നല്ല ഹാൻഡിൽ നല്ല സിമ്പിൾ ആയിട്ട് നല്ല എലഗന്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ളതാ. ഇതൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ്. പാന്റിൽ ലൈനിങ്ങും കൂടി ഉണ്ട്. പാന്റിൽ ലൈനിങ് ഉണ്ട്. പാന്റും ടോപ്പും രണ്ടിനും ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു ക്രിസ്മസ് തീമിൽ ചെയ്തെടുത്ത ആലിയ കട്ട് കുർത്തിയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സെയിം തന്നെ പ്രീമിയം ഇതിൽ വരുന്നത്. അതിന്റെ വൈറ്റ് ഷെയ്ഡ് കാണിച്ചു മാത്രം. അതിൽ കട്ട് ബീഡ്സ് നമ്മൾ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ ഇച്ചിരി ആ ഒരു ക്രിസ്മസിന്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. ഓ, വെറൈറ്റി കൊണ്ട് വെറൈറ്റി. ഇതൊരു സിമ്പിൾ ആയിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു എ ലൈൻ. അതും ബഡ്ജറ്റ് റേഞ്ചിലുള്ളതും ഉണ്ട്. ബഡ്ജറ്റ് റേഞ്ചിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ, അതും ഇവരുടെ ഈ ഒരു ബീഡ് വർക്കിന്റെ പ്രത്യേകത പറയുന്നത്, ഇനിയിപ്പോ നമ്മളെല്ലാരും നോക്കണത് എന്താ, തുണിയുടെ ക്വാളിറ്റി മാത്രമാണ് നോക്കണത്. തുണിയിൽ തന്നെ ഒരു 3-4 ക്വാളിറ്റി വരുന്നത്. അതേപോലെ തന്നെ ബീഡ്സിലും ഉണ്ട് 3-4 ക്വാളിറ്റി ഉണ്ട്. ലോ ക്വാളിറ്റി ഉണ്ട്. ആ ലോ ക്വാളിറ്റി എടുത്താലും നമ്മൾ ഫസ്റ്റ് വാഷ് തീരുമ്പോ തന്നെ ബീഡ്സിന്റെ കളറും കൂടെ ഇളകിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രീമിയം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിൽ എടുക്കാറ്. അതും ഇവരുടെ ഓൺ പ്രൊഡക്ഷനും കൂടിയാണ്. ഗോഡൌൺ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, ഒക്കെ സ്വന്തമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ട്രേഡിംഗ് ആണോ? നല്ല നമ്മൾ മാനുഫാക്ചറേഴ്സ് ആണ്. നമ്മൾ ഡയറക്റ്റ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ. ആരോട് അപ്പൊ ഇങ്ങനെ ചോദിച്ചത്? ഇത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഒന്നും കണ്ടില്ലേ? നമ്മൾ യൂണിറ്റിൽ പോയി നമ്മൾ ഗോഡൌൺ കാണിച്ചു, യൂണിറ്റ് കാണിച്ചു. എന്നാലും വിളിക്കുമ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ചു വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയാല്ല, നമ്മള് മാനുഫാക്ചറിങ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നിങ്ങൾ ശരിക്കും വീഡിയോ ഫുള്ളായിട്ട് കാണില്ല. കാണാത്തവർക്കാണെങ്കിൽ അവർക്കാണ് നഷ്ടം അല്ലെ. അതെ. ഇനി നഷ്ടപ്പെടാണ്ടിരിക്കാൻ ഇതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ ഇരുന്ന് കണ്ടാലാണ് നിങ്ങൾക്ക് കളക്ഷൻസ് നല്ലത് കിട്ടണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അത് നിങ്ങളുടെ വിഷ് അല്ലേ. അപ്പൊ ഇത് പീകോക്ക് ഷെയ്ഡിലായി. ഇനി ഇതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ നമുക്ക് അടിപൊളി ഒരു ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ടുള്ളത്, നടുക്കിൽ മാത്രമായിട്ടുള്ള ഇങ്ങനെ ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് കേട്ടോ. ഇതൊക്കെ എ ലൈനിലാണ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ സീസൺ അല്ലാത്ത സമയം നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പൊ സീസൺ സമയം ആകുമ്പോൾ നമുക്ക് നല്ല തിരക്കായിരിക്കും. സീസൺ സമയം നമുക്ക് സീസണിന്റെ മുന്നേ ഒരു മാസം മുന്നേ നമുക്ക് തിരക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ കസ്റ്റമൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇത്ര പീസ് വേണം, ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇപ്പൊ ക്രിസ്മസ് തീമില് ഇപ്പൊ ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ ഇത്ര ക്വാണ്ടിറ്റി വേണം എന്ന് നമുക്ക് പ്രീ ബുക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ ഞങ്ങൾ മിന്നുണ്ട്. പിന്നെ മിന്നരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ തന്നെ എന്താ കുർത്തി ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയും അങ്ങനെ ഇവിടത്തെ എന്താ പറയാ ഭയങ്കര സംഭവങ്ങളൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞാലും സൂചിപ്പിക്കല്ലോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ മിന്നര കടയാ. അതെന്ന് പറയുമ്പോ കുട്ടി എന്തെങ്കിലും കഷ്ടപ്പെടണത്, അത്രയും കളക്ഷൻസ് ഇറങ്ങി. അവളറിയാത്തൊരു ആരുമില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാലും തീരില്ല. പിന്നെ എവിടെ ന്യൂസ് ചാനലിലെ പേപ്പറിൽ എവിടെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും ഈ ഒരു വ്യക്തി ഇങ്ങനെ ആവണമെങ്കിൽ അത്ര ഹാർഡ് വർക്ക് സ്ട്രഗിൾ ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിങ്ങളും ആ ഒരു ഹാർഡ് വർക്ക് അല്ലേ. നമ്മൾ ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങിയത് ഒരു 200 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്നും ഈ ഒരു നില എന്ന് പറയുമ്പോൾ ഈ ഒരു നില നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ല, ഇപ്പം കുറെ പേര് വരാറുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് യൂട്യൂബ് ചാനൽസ് കണ്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഇതിനായിട്ട് ഒരു ഡെഡിക്കേഷൻ വേണം. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ഫുള്ളായിട്ട് നിൽക്കാനുള്ളൊരു മനസ്സ് വേണം. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അത്രയും സ്റ്റാർട്ടിങ് ഒക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെയും എത്തിപ്പെട്ടത്. ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇത് തുടങ്ങാന്ന് വിചാരിച്ചാ അങ്ങനെ
ഒരു കാര്യം കൂടി പറയണ്ട, കാശുണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ഇത്ര ഈ നിലയ്ക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതിന് പിന്നിൽ ഹാർഡ് വർക്കും കൂടി വേണം. കുറെ കാശുണ്ടായി ആൾക്കാർ ഇറക്കി കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കാല് കയറ്റി വെച്ച് നിന്നാൽ ഇതൊന്നും നടക്കില്ല. അതിന്റെ സെയിം ആ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യണ പോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറയും, നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുക്കുന്നു അതുപോലെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടിങ്. അത് കഷ്ടപ്പെട്ട് കുറെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ കുറെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഇൻസ്പിറേഷൻ, അതാണ് ഈ ഒരു മോട്ടിവേഷൻ അല്ലെ, പോസിറ്റീവ്. ഇതാണ് നിങ്ങൾക്ക് എത്തിക്കേണ്ടത്. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്തായാലും കളക്ഷൻസ് ഇനി അടുത്തത് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ലൊരു ആലിയ കട്ടില് ഫ്രിൽ വർക്ക് ആയിട്ടുള്ളത്, ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ പ്ലെയിൻ ആണ്, ഓവറോൾ ഒക്കെ ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അതും നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ്. ഇതൊരു നെറ്റ് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ജുവൽ നെക്ക് മോഡലില് നമ്മൾ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ നെക്കില്. നോർമലി അത് ഫുൾ ഹൈനെക്ക് പോലെ, ഫുൾ ഹൈനെക്ക് ആണ്. അപ്പൊ അത് കുറെ കണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തെടുത്തതാ. റെഡിൽ തന്നെ. ഇതൊരു എന്താ പറയാ, ഒരു അങ്ക്രക്ക പാറ്റേണിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു ഫ്ലാപ്പ് ടൈപ്പ് കൊടുത്തിട്ട് ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ട്, ഇതാണ് അതിന്റെ വർക്ക്. സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു അങ്ക്രക്ക സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ. ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ. കളർ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. എ ലൈനിലാണ് ഇത് വരുന്നത്. ഇനിയിപ്പോ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക്. ഇതൊരു മൽക്കോട്ടണിൽ നമ്മൾ ക്രിസ്മസ് തീമിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. മൽക്കോട്ടണിൽ ഫുൾ ത്രെഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന. വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട്, ഇപ്പം കോളേജ് പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇത്രയും ഇഷ്ടപ്പെടണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു മോഡലാണ്. ഇനിയിപ്പോ സ്ലീവ് വേണ്ടാത്തവർക്കാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ളത് ഉണ്ട്. നമ്മൾ സ്ലീവ്ലെസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. സ്ലീവ് ഉള്ളിൽ അറ്റാച്ച്ഡ് ആക്കിയ വെക്കുന്നത്. ഇതും ഫുൾ എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. സെയിം ആ ഒരു ക്രിസ്മസ് തീം പോലെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിലും ഉണ്ട് കേട്ടോ. ഇതിന് വർക്ക് ഇല്ലാത്ത മോഡലാണ്. നെറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. നെറ്റ് ഹൈലൈറ്റ് ചെയ്ത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജാക്കറ്റ് ജാക്കറ്റ് ചോദിക്കുന്നവർക്ക് അറ്റാച്ച്ഡ് ആണ് അല്ലെ? അറ്റാച്ച്ഡ് ജാക്കറ്റ് ആണ്. അറ്റാച്ച്ഡും ഉണ്ട്, അറ്റാച്ച്ഡ് അല്ലാത്തതും ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് കളക്ഷൻസ് എടുത്ത് കാണിക്കുന്നു മാത്രമല്ല. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലല്ലോ, ഇതാ എന്ത് രസമല്ലേ കാണാനായിട്ട്. ബാക്കും ഫ്രണ്ടും സൂപ്പർ. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ്. ഇപ്പൊ പിള്ളേർക്കൊക്കെ എടുക്കാൻ പറ്റിയത്, പിള്ളേർക്കല്ല എല്ലാ ഏജുകാർക്കും എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പഫ് സ്ലീവില് നമ്മൾ ലേസ് പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് ഇത്. ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഇനിയിപ്പോ ഇതിന്റെ സൈസസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എത്ര സൈസ്? ഇത് എസ് തുടങ്ങി എക്സൽ സൈസ്. ഫ്രോക്ക് അല്ല, നമ്മൾ എക്സൽ സൈസസ് വരെയാ ചെയ്യുന്നത്. ഡബിൾ എക്സൽ ചില പാറ്റേൺസ് നമ്മൾ അതെ നമുക്ക് ഇവിടെ ഉണ്ട്. അതൊക്കെ വെറുതെ ഒരു പേരിന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ ഇടാനായിട്ട് ആർക്കും മടിയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും കുർത്തയിലോട്ടായി. സത്യം. പണ്ടെന്നൊക്കെ പറയുമ്പോ അയ്യോ ചുരിദാറായി, ചുരിദാറിൽ നിന്ന് മാറി ഇപ്പൊ കുർത്തയിലേക്കായി. ഇപ്പൊ അതും കഴിഞ്ഞപ്പോ അടിയത്ത് പാന്റില്ല. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഒരു കളക്ഷൻ. ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇനി ഇത് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി, യോക്കില് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. വീനെക്കിൽ ഇതിന്റെയൊക്കെ കളേഴ്സും ഉണ്ട് കേട്ടോ. മിന്നയുടെ ഫേവറേറ്റ് കളർ അത്. ഫേവറേറ്റ് കളറാണ് മഞ്ഞ. എവിടെ നോക്കിയാലും ഒരു മഞ്ഞയുടെ കളർ ഉണ്ട്. അപ്പൊ ഈ യെല്ലോ പറഞ്ഞപ്പോഴാണ് കേട്ടോ. യെല്ലോയിൽ ഇപ്പൊ ഹാൻഡ് വർക്ക് വേണമെന്ന് വെച്ചാൽ ഈ ഹാൻഡ് വർക്ക് ഉള്ളതും ഉണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ടൈപ്സ് എല്ലാം ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇപ്പൊ കളേഴ്സ് ഉണ്ട്, കളേഴ്സ് സ്റ്റോക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് പീസ് എടുത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. രംഗോളി സിൽക്ക്. ഇത് രംഗോളി സിൽക്കില് അതില് പാച്ച് പഠിച്ചല്ലേ? ചേച്ചി പഠിച്ചു, എനിക്കറിയാം. എന്നെ നാണം കെടുത്തല്ലേ അങ്ങനെ പഠിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വല്ല സ്കൂളിലേക്ക് പോകണം. സിൽക്ക് അത് സ്ലീവ് ഉള്ളിലുണ്ടാവും. സ്ലീവ് ഉള്ളിലുണ്ട്. ഇതിലും കോളർ നെക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നോർമൽ നമുക്ക് കോളേജസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ചന്ദേരി സിൽക്കിലെ ഒരു എംബ്രോയിഡറി വർക്ക്. അതും ചെറിയൊരു തിളക്കുണ്ട് കേട്ടോ. കുറച്ച് ചെറിയൊരു മിറർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്ത മിറർ വർക്കും ത്രെഡും കൂടെ ചെയ്തിട്ടുണ്ട്. അതെ, എന്തായാലും ഓരോരോ കളക്ഷൻസ് എടുക്കും ഒക്കെ ഡിഫറെന്റ്. ഇപ്പൊ എന്തോരം നമ്മൾ കളക്ഷൻസ് കാണിച്ചു, ഒക്കെ ഡിഫറെന്റ്. ഇത് നമ്മൾ ഫ്രോക്ക് പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഫ്രിൽ ടൈപ്പ്. അതും അജ്രക്കിന്റെ പ്രിന്റില് ജോർജറ്റ് മെറ്റീരിയൽ. നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റോക്ക് അല്ല ശരിക്കും, ആക്ച്വലി ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പൊ ഈ ഇരിക്കുന്നത്. ഈ നിലത്ത് കാണുന്നതും അതുപോലെ തന്നെ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ചസ് ആട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം കളർ ചേഞ്ചസ് ആണ്. ഇതൊക്കെ നമ്മൾ കാണിച്ചതിന്റെ സ്റ്റൈലിൽ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ചസ്, വെറൈറ്റീസ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്. സ്റ്റോക്ക് അല്ല, ഇതെല്ലാം നമുക്ക് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ്. ഇതുപോലെ ഹൈനെക്കില് നമ്മൾ കുറച്ച് ഹൈ ആയിട്ട് ആലിയ കട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇത് നമ്മൾ മേലേനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 പീസിന്റെ ഒരു കെട്ടാണ് എടുക്കേണ്ടത്.
4 പീസിന്റെ ഒരു കെട്ടാണ് എടുക്കേണ്ടത്. ഇതിപ്പോ ഒരെണ്ണം ഞാൻ സാമ്പിളിന് എടുത്തു, ബാക്കി 1 2 3 ഒരെണ്ണം അവിടെ സാമ്പിളിന് പോയി. അപ്പൊ അങ്ങനെ 4 പീസിന്റെ കെട്ട് എടുക്കണം. ഇത് ഹോൾസെയിൽ ആണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇനി എത്ര എടുക്കണം, എന്തെടുക്കണം എന്നുള്ളത് സ്ക്രീനിൽ നമ്പർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. എനിക്ക് ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? ഞങ്ങള് 9:30 സ്റ്റാർട്ട് ആവും, 7:30 വരെ ഉണ്ടാവും. 7:30 ഒക്കെ വെറുതെ പേരിന് മാത്രമേ അടയ്ക്കുമ്പം 10 മണിയാവും. എന്നാലും സീസൺ ആയതുകൊണ്ട് കാരണം ചേച്ചിമാരൊക്കെ പോകുന്ന ടൈം ആ ഒരു 6:30 7 ആകുമ്പോ പോകും. പിന്നെ വീഡിയോ കോളിന് രാത്രി 10 മണിക്കൊന്നും വിളിക്കായിരിക്കും കേട്ടോ. വിളിക്കണ സമയം എന്ന് പറയുമ്പോൾ ഒരു സമയമുണ്ട്, രാവിലെ വിളിക്കാനുമ്പോ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത കളക്ഷൻസിലേക്ക് പോയാൽ അടുത്തേക്ക് പോവാം. ക്രിസ്മസ് വന്നുള്ള ഫീലിംഗ് ഇവിടെ വന്നപ്പോഴാണ് വന്നതെന്ന് മനസ്സിലായത്. റെഡ് ആൻഡ് വൈറ്റിന്റെ ഇഷ്ടം പോലെ കോമ്പിനേഷൻ, അത് നോക്കി നിറയെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. പക്ഷെ റെഡ് വൈറ്റ് കാണുമ്പോൾ അതിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. എത്ര തരം വെറൈറ്റീസ് ഉണ്ടാവും? കാണിച്ചു തരാം. ആ, കുറച്ചുണ്ട്. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അല്ലേ? ജോർജറ്റില് ഫ്രോക്ക് ടൈപ്പ് സ്മോക്കി വർക്ക് ചെയ്തിട്ടുള്ളത്. യോക്കില് അതില് വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ്. വൈറ്റ് ഇത് കോൺട്രാസ്റ്റ് ചെയ്ത് റെഡില് വൈറ്റില് റെഡ് കളർ ആയിട്ട്. ഏത് കളർ വേണോ, ഏത് കളർ അല്ലേ? ആകെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷന്റെ ഇഷ്ടം പോലെ പാറ്റേൺസ് അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു പാറ്റേൺ കണ്ടല്ലോ നമ്മള്. ഇനി ഇതിന് നെറ്റ് കോട്ട ഫാബ്രിക്കില് ഫുൾ നെറ്റ് കോട്ടയിൽ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്ത ഒരു പിൻടെക്സ് പാറ്റേണിൽ. ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത്. ബോർഡറിലും ഇതുപോലെ വർക്ക് ഉണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോ ഓരോ പാറ്റേൺ കാണിക്കുന്ന ഓപ്പോസിറ്റ് എന്തായാലും ഉൾട്ട ഉണ്ടാവും. ഇപ്പൊ ഇത് റെഡ് ആണെങ്കിൽ ഇതിൽ വൈറ്റ് ഉണ്ടാവും. അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഇത് നമ്മൾ റെഡ് അങ്ങനെയല്ല, ഒരു ഗ്രീൻ കോമ്പിനേഷൻ. ഗ്രീനും ഇപ്പോഴത്തെ ക്രിസ്മസ് തീമാ. അപ്പൊ ഓഫ് വൈറ്റില് ഒരു ഗ്രീൻ തീമിലാണ് നമ്മൾ യോക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ജോർജറ്റിന്റെ മെറ്റീരിയൽ. ഇത് സ്ലബ് സിൽക്കില് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ്. ഒരു എ ലൈൻ കട്ടില് താഴെയാണ് നമ്മൾ വർക്ക് ഹെവി ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് വീനെക്കില് ഫുള്ള് ബട്ടൺസ് ആട്ടോ. ബട്ടൺ ടൈപ്പില് ചെറിയ താഴെ ഒരു സ്ലിറ്റും കൂടെ ഉണ്ട്. സ്ലിറ്റ് പാറ്റേണിൽ സ്ലീവിലും ആ ചെറിയ ത്രെഡ് വർക്ക്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ത്രെഡ് വർക്ക് ഒക്കെ ഇവർ ഓൺ ചെയ്യിപ്പിക്കണതാട്ടോ. ഇത് അതുപോലെ തന്നെ അതിന്റെ തന്നെ റെഡ് കളർ, റെഡ് വൈറ്റ്. ഇതൊക്കെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കൊയർ ഗ്രൂപ്പിനോ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ സെറ്റ് വൈസ് ഒക്കെ ആയിട്ട് ഫുൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. ക്വാണ്ടിറ്റി എത്ര പീസ് വേണോ? 500 1000? ഓഫ്. ഇത് നമ്മൾ പിള്ളേർക്കുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് വന്നേക്കാണ്. എക്സസ് തുടങ്ങി ഒരു ലാർജ് സൈസ് വരെ വിത്ത് പോക്കറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവ് ഉള്ളിലുണ്ട്. പിന്നെ ഇത് ത്രെഡ് എംബ്രോയിഡറി ബോട്ട് നെക്കിലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് 34 തുടങ്ങി ഒരു 40 സൈസ് വരെയൊക്കെ സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കുള്ളത്. ഇത് നോർമൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ആലിയ കട്ട് നോർമൽ പാറ്റേൺ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു രീതി എന്ന് വെച്ചാൽ ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ആ ഒരു ബഡ്ജറ്റ് തീം. ചിലർക്ക് റേഞ്ച് അധികം ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ളവർക്ക് അങ്ങനെ. ഇത് വർക്കിന്റെ ടൈപ്പ് ഫുൾ ഇതില് കട്ട് ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ വൈറ്റ് ആൻഡ് റെഡ്. ഓഹോ, ഇനിയിപ്പോ ന്യൂ ഇയറിന് എന്തിടും എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിനുള്ളതും ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു ചെറിയ ഇത് നല്ല പാറ്റേൺ. ഇതൊരു എന്താ പറയാ വൈറ്റ് മുത്ത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണാ. വൈറ്റും റെഡും മുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പേൾസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് സ്ലീവിലും ഉണ്ട് കേട്ടോ. സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ചിലപ്പം ഈ കളക്ഷൻ ആയിരിക്കില്ല, അടുത്ത ദിവസം വരുമ്പോ ഇതെല്ലാം നമ്മൾ ഡെയിലി റെഡും വൈറ്റും വന്നുകൊണ്ടിരിക്കുക. റെഡും വൈറ്റും ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് ഡെയിലി വന്നുകൊണ്ടിരിക്കുക. എ ലൈൻ പാറ്റേൺ. ഒരു 24-ാം തീയതി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും അല്ലേ? ക്രിസ്മസിന്റെ അന്ന് മാത്രമേ ലീവ് ഉള്ളൂ. അപ്പൊ അന്ന് വരെ ഇവിടെ റെഡ് ആൻഡ് വൈറ്റ് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. കാരണം കല്യാണ സീസൺ അല്ലേ, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മള് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. അവധി ഉണ്ടാവത്തില്ല. അപ്പൊ ക്രിസ്മസിന്റെ അപ്പൊ ഇപ്പൊ ഈ ആഴ്ചയിൽ കണ്ടതാവില്ല, അടുത്ത ആഴ്ചയില്ല, അല്ലെങ്കിൽ ഇന്ന് കണ്ടതാവില്ല, നാളെ. ഇന്നിപ്പോ ഒരു 10-15 കസ്റ്റമർ വന്നാൽ ഈ സ്റ്റോക്ക് ചെയ്യുന്ന ഇപ്പം ചിലപ്പോൾ എടുത്തു പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ വേറെ ടൈപ്പ് റീസ്റ്റോക്ക് ചെയ്യും. ഓക്കെ. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ജുവൽ നെക്ക് കോൺസെപ്റ്റില് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ചെറിയ ഇവിടെ ടൈറ്റ് ആയിട്ട്, അത് നമ്മളിവിടെ പുറകിൽ സിബ് വെച്ചിട്ടുണ്ട് നമുക്ക് ആ നെക്ക് കറക്റ്റ് ആവാനായിട്ട്. പിന്നെ സ്ലീവിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ കോട്ട ചെക്സിൽ നമ്മൾ ഫുള്ള് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട്, ഇപ്പൊ ഹാൻഡ് വർക്ക് വേണ്ട, സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ലെഗിൻസിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു കോൺസെപ്റ്റ്. കോളർ നെക്കിൽ വരുന്നത് കേട്ടോ. ഇനിയും വെറൈറ്റി വരുന്നുള്ള ജാക്കറ്റ് മോഡൽ. ഇതൊരു ജാക്കറ്റ് മോഡലാണ്. ജാക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും, ബട്ടൺ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് മോഡലാണ്. ഇത് അറ്റാച്ച്ഡ് അല്ലല്ലോ? അറ്റാച്ച്ഡ് അല്ല. ഇത് ഇങ്ങനെ താഴെ ഫ്രില്ലുള്ള ടൈപ്പ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്കായിട്ട് യൂസ് ചെയ്യാം അല്ലേ? അങ്ങനെ 2 മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫ്രോക്ക് പാറ്റേൺ.
ഫ്രോക്ക് ആയിട്ടുള്ളത്. അതിലും സെൽഫ് ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതില് സ്ലീവ് എന്ന് പറയുമ്പോൾ പഫ് സ്ലീവ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെറൈറ്റീസ് എന്തോരം വേണം, ഹാൻഡ് വർക്കിൽ വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഇതന്നെ അടിപൊളി ഒരു സംഭവം ഉള്ളത്. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഡബിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്, റെഡ് ടു വൈറ്റിലേക്ക്. ഈ ഓണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഇതന്നെ സെയിം ഫുൾ അടി വരെയുള്ള ഒരു വർക്ക് കണ്ടോ എന്ന് വെച്ചാൽ ഡബിൾ ഷെയ്ഡിൽ റെഡ് ആൻഡ് വൈറ്റ് ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷനിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കതും ഈ പ്രാവശ്യത്തെ ഓണമല്ല, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട്. വെറൈറ്റി. ഇത് വൈറ്റില് നമ്മള് റെഡ് കോൺട്രാസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നത് എ ലൈനിൽ അല്ലേ. അടിപൊളി അല്ലേ. ഓരോന്ന് ഈ ഇട്ടിരിക്കുന്നത് റെഡ് അല്ലേ? ഇത് നമ്മുടെ ഒരു ഹിറ്റ് പാറ്റേൺ ആണ്. ഇത് നമ്മൾ ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്ത് എന്തെങ്കിലും ഈ കോലം ഈ സൈസ് ഒന്നും നോക്കണ്ട, നിങ്ങളുടെ സൈസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ആക്ച്വലി ഇത് ലേസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലീറ്റ് നല്ല ഫ്ലീറ്റ് വർക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ലേസ് പാറ്റേൺ ആണ്. ഇതിപ്പോ നമ്മളൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് റീസ്റ്റോക്ക് വരും. അപ്പൊ നമ്മുടെ വീഡിയോ ഏകദേശം ഇടുമ്പോഴേക്കും ഈ സംഭവം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ ഇത് സൈസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് ഉള്ളിൽ കയറ്റി എത്തിക്കണം. ഞങ്ങളുടെ മോഡൽ ഇവിടുത്തെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെ. ഓക്കെ. ഇതിലിപ്പോ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ കെട്ടായിട്ട് തന്നെ എടുക്കണം. ഇത് മീഡിയത്തിലും പെടില്ല, ലാർജിലും പെടില്ല, സ്മോളിലും പെടില്ല, ചെറിയ സൈസ്, അതിലും എക്സ്ട്രാ സ്മോളിലും പെടില്ല. അതാണ് പ്രശ്നം. അപ്പൊ ആ ഒരു കളക്ഷൻസ് ആയി. ഇനി എവിടേക്കാ നമ്മൾ 3 പീസ്? ഓക്കെ, 3 പീസിലേക്ക് പോകും. ക്രിസ്മസ് ആയി, പാർട്ടി വെയർ ആയി, ഇനി എന്താണ് നമ്മൾ കാണിക്കാൻ പോണത്? നമ്മൾ കുറച്ച് കോട്ടന്റെ കാഷ്വൽ വെയർ കാണിക്കാം. അതെന്നുവെച്ചാൽ നമ്മൾ ഏതൊരു സീസണിൽ വന്നാലും ഇവിടെ ആ ഒരു കളക്ഷൻ എപ്പോഴും കോട്ടൺസ് എപ്പോഴും റെഡി ഡെയിലി അവൈലബിലിറ്റി മാറും. ഇത് കോട്ടണില് ഇത് കോട്ടണില് നമ്മൾ ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സൗത്ത് കോട്ടണില് വെറൈറ്റീസ് വേഗം കാണിച്ചു പോവാ. ഇതൊരു ഹൈനെക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പം സ്ലീവ്ലെസ് ആയിട്ടും വേണമെങ്കിൽ ഇടാം. ഒരു വെസ്റ്റ് സൈഡ് ടൈപ്പ് ഓഫ് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ജാക്കറ്റ് കോൺസെപ്റ്റിലുള്ള കോട്ടൺ, ജാക്കറ്റ് ടൈപ്പ്. ഇത് അറ്റാച്ച്ഡ് അല്ലല്ലോ? അല്ല, അറ്റാച്ച്ഡ് ആണ്. ഇത് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡോ? അല്ലടാ. അല്ലേ? അല്ല, കട്ട് ചെയ്യട്ട ഇല്ലല്ലേ, കട്ട് ചെയ്യൂല. ഇതന്നെ ഇട്ടോ. അതല്ല, അറ്റാച്ച്ഡ് ഉള്ളതും ഇല്ലാത്തതും അതാണ് പ്രശ്നം. അപ്പൊ ഇതെന്തായാലും ഇത് അറ്റാച്ച്ഡ് അല്ല. പക്ഷെ ഇത് ജാക്കറ്റ് മോഡൽ 2 പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇത് കോട്ടണില് പിൻടെക്സ്, ഇതേ ഫ്രണ്ടിൽ ഇതുപോലെ പിൻടെക്സ് ചെയ്തിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക്. ഓക്കെ. കോട്ടണില് സിമ്പിൾ ആയിട്ട് ഒരു ബട്ടൺ മോഡൽ സ്ലിറ്റില്, പിന്നെ ഈ കാണുന്നത് ത്രെഡ് സ്ട്രൈപ്സിൽ വന്നേക്കുന്ന കോട്ടണില് തന്നെ. പിന്നെ വരുന്നത് ഇതും ഒരു കോട്ടന്റെ പാറ്റേൺ, പിൻടെക്സ് ഹൈലൈറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ബട്ടൺ വെച്ചിട്ട്. പിന്നെ ഇതിൽ തന്നെ ഫുള്ള് വീവിംഗ് ആണ്, ചെറിയ ബൂട്ട വർക്ക് കാണുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ, ബാക്ക് സൈഡിലും ഫുൾ ഒരു വീവിംഗ് വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ കോട്ടൺ, ഇത് നോർമൽ കോട്ടൺ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ കോട്ടണിൽ വരുന്നത്. ഇതിന്റെ പ്രിന്റ് വല്ലയിടത്തും കണ്ടുണ്ടോ ഇതുപോലെ? ഇല്ലല്ല, ഈ ഒരു പ്രിന്റ് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ അല്ലെ? സത്യം. ഇത് ശരിക്കും വലിയ അങ്ങനത്തെ വലിയ കടകളില്ലേ, ബ്രാൻഡഡ് പേര് കേട്ടിട്ടുള്ളത്, അത് അവിടത്തെ കോൺസെപ്റ്റ് നമുക്ക് ചെയ്ത് തരുന്നതാണ് ഇതില് പ്രിന്റില്. മനസ്സിലായില്ലേ? അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞത്, ആ ബ്രാൻഡിന്റെ സംഭവം വേറെ സ്ഥലത്ത് കിട്ടില്ലേ. പക്ഷെ ആ ബ്രാൻഡഡ് വേണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരണം. ഇതൊരു പാനൽ കട്ടിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ഇവിടെ ഒരു ആലിയ കോൺസെപ്റ്റില് ഫുൾ പാനൽസ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കോട്ടണില്. പിന്നെ വരുന്ന മോഡൽ ഇത് കോട്ടണില് തന്നെ സൗത്ത് കോട്ടണില് പാനൽ കട്ടിൽ വന്നിരിക്കുന്നതാണ്. വിത്ത് ലൈനിങ്. ഇത് സ്ട്രൈപ്സ്, പിന്നെ ബോഡി പാർട്ട്, പിന്നെ സ്ട്രൈപ്സ്, അങ്ങനെ പാനല് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു സ്ലബ് കോട്ടൺ ടൈപ്പില് ചെറിയൊരു ഷൈനിങ് കൂടി, ചെറിയൊരു ഷൈനിങ്ങോട് കൂടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നടുക്കില് യോക്കിലിങ്ങനെ ഒരു ചെറിയൊരു പോട്ട്ലി ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കോട്ടണിൽ മാത്രം. ഇതെല്ലാവർക്കും ക്രിസ്മസ് കളക്ഷനില് ആ ഒരു റെഡ് ഇക്കത്തില് വന്നിരിക്കുന്ന ഒരു ടൈപ്പാണ്. ജോർജറ്റിന്റെ വേണ്ട, നമുക്ക് കോട്ടണില് മതിയെങ്കിൽ ഇക്കത്തില് നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള കോട്ടന്റെ വേണമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടോല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതും ഒരു ജാക്കറ്റ് ടൈപ്പാണ്, കോട്ടണില് തന്നെ. മാറിപ്പോയി. ഇതാണ് ആലോചിച്ച് പറഞ്ഞത് അറ്റാച്ച്ഡ് ആന്നുള്ളത് കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം മാത്രമല്ല, ഈ ഒരു ഫുൾ കാണുന്നത് മൊത്തം കോട്ടൺ. ഇനി കലംകാരി, ഇക്കത്ത്, മറ്റൊന്ന് മറിച്ച് അങ്ങനത്തെ പ്രിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്, നമ്മളത് എല്ലാം ഉണ്ട്. ഇതുപോലെ
കോളർ നെക്കില് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ടൈപ്പ്. അതിന്റെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഫുൾ ബൾക്ക് കാണുന്നത് മൊത്തം അതിന്റെ പ്രിന്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇതും നല്ലൊരു കോൺസെപ്റ്റിൽ വന്നിരിക്കുക, ത്രെഡ് വർക്ക് ആയിട്ട് കോട്ടണില് ചെക്ക് പാറ്റേണില്. ഇതിൽ അടിപൊളിയാണ്. ചെക്കിൽ തന്നെ പല ചെക്കുകളുണ്ട്. ബ്ലാക്കും ഉണ്ട്. ഈ ഒരു ചെക്ക് ഒന്ന് നോക്കിയത്, ഇത് ഇങ്ങനെ ഫുള്ള് അത് അങ്ങനെ തന്നെ എടുത്തോ ചെക്ക്. അതാ ചെക്കിൽ വന്നിരിക്കുന്ന പാറ്റേൺസ്. ഈ ചെക്കിൽ തന്നെ ഏത് തരം ചെക്ക് വേണോ അതില് ബ്ലാക്ക് വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് മൊത്തം വരുന്നത് അല്ലേ. ഇത് ഒരെണ്ണം നോക്കാം ബ്ലാക്കിൽ തന്നെ. അത് ഒരെണ്ണം ഓപ്പൺ ചെയ്തേ. ഇതും നല്ലൊരു പാറ്റേൺ കണ്ടോ, സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു ലുക്ക് പോലെ ഫീൽ ചെയ്യുന്ന വിധത്തിൽ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആർക്കും ഈ ഇങ്ങനത്തെ ഓവർ ആയിട്ടുള്ളതൊന്നും വേണ്ട, സിമ്പിൾ ആയിരിക്കണം. ഇനി അപ്പൊ അടുത്തേക്ക് പോയാലോ? 3-piece സെക്ഷനിലേക്ക്. 3-piece 3-piece പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിപ്പോ ഇവിടെ സ്റ്റക്കായി. ഇനി അടുത്തേക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങിക്കാണ് 3-piece കാണിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുറത്ത് റോട്ടിലൊന്നും അല്ല കേട്ടോ. ആക്ച്വലി ഇതാണ് ദി ഡോട്ട്സ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇത് ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫുൾ 3-piece കളക്ഷൻസ് ഈ ഒരു ബിൽഡിംഗിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും ഫുൾ കളക്ഷൻസ് ഒന്ന് കയറി നോക്കാം. പിന്നെ റെഡി അല്ലേ? റെഡിയാണ്. ദാ ക്രിസ്മസിന്റെ വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് 3-piece കളക്ഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. 3-piece ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ക്രിസ്മസിന്റെയും 3-piece ഈ ഒരു സെക്ഷനിൽ കിട്ടും. ക്രിസ്മസിന്റെ 3-piece റെഡി ആവുന്നുണ്ട്. ഇപ്പൊ വന്ന അത്രയും നമുക്ക് സോൾഡ് ഔട്ടാ. റെഡി ആക്കുന്നുണ്ട്. അതൊരു വീഡിയോ വരുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആവും. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം 3-piece മാത്രം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ എന്തോരം ഏരിയ ആണ് ഉള്ളത് അല്ലേ മൊത്തത്തില്. അപ്പൊ തുടങ്ങിയാലോ? എവിടെ നിന്നാണ്? ശാന്തി ഇവിടെ വന്നാ? ഓക്കെ, തുടങ്ങട്ടെ. നമുക്ക് ഓരോരോ കളക്ഷൻസ് വെച്ചിട്ട്. അപ്പൊ ദുപ്പട്ട പിടിക്കാൻ ഒരാൾ വേണം എന്തായാലും. വാ. ഓരോരോ കളക്ഷൻസ് വെച്ചിട്ട്. അപ്പൊ മെയിൻ ഫാബ്രിക് പിടിച്ചോ, പാൻറ് ഇങ്ങോട്ട് തന്നോ. ഇത് 3-piece. ഇത് 3-piece ഒരു എംബ്രോയിഡറി കോൺസെപ്റ്റിൽ, ഒരു സെമി സിൽക്കില് എംബ്രോയിഡറി കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നതാണ്. ദുപ്പട്ട ഫുള്ള് വർക്കായിട്ടുള്ള ഒരു മോഡലാണ്. ഫുൾ ത്രെഡ് വർക്ക്. പിന്നെ ഈ കാണിക്കുന്ന കളർ അല്ല, ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ, ഈ ഒരു സെയിം കളേഴ്സ് നമുക്കത് അവിടെ അവൈലബിൾ ആണ്. കാണുന്നത് ആ കാണുന്ന ഗ്രീൻ, മെറൂൺ, ഇതൊക്കെ കാണുന്നത് ഫുൾ ഇതിന്റെ സെയിം ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ 3-piece ഹാൻഡ് വർക്ക് ടൈപ്പ് വന്നിരിക്കുന്ന 3-piece ഹാൻഡ് വർക്കിന്റെ കോൺസെപ്റ്റ്. ഇത് ടോപ്പ്. ഇതൊരു ഷിമ്മറി ഷിമ്മർ ടിഷ്യൂലാണ് കേട്ടോ. അതില് യോക്കിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട നല്ല സൂപ്പർ ആയിട്ട് അല്ലേ, നല്ല അടിപൊളി വെറൈറ്റി. ഇത് ബോട്ടം വരുന്നത്. ബോട്ടം സെയിം തുണിയിൽ സാൻറ്റൂനും അതുപോലെ തന്നെ ടിഷ്യൂണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ, അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതും ഷിമ്മർ ജോർജറ്റ് എന്ന് പറയും. ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയലില് ഫുൾ ത്രെഡ് വർക്കിന്റെ പാറ്റേൺ ആണ്. ഇതാണ് അതിന്റെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇത് അത് ചെറിയൊരു തിളക്കം ഉണ്ട് കേട്ടോ. ഈ ഒരു ഷിമ്മർ ജോർജറ്റ് ആ ഒരു മെറ്റീരിയൽ ചെറിയൊരു തിളക്കം പോലെ കാണും. ഇത് ഒരു സെമി സിൽക്ക് ചന്തേരി മെറ്റീരിയൽ എന്ന് പറയും. ചന്തേരി മെറ്റീരിയലില് ഫുൾ ത്രെഡ് വർക്ക് കോൺസെപ്റ്റില് ഇതുപോലെ ഓർഗൻസ പ്രിന്റഡ് ദുപ്പട്ട. ഓർഗൻസ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട. ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ദുപ്പട്ട. കളേഴ്സ് അവൈലബിൾ ആണ്. വീണ്ടും പറയാണ് 4-5 കളേഴ്സ് അവൈലബിൾ ആണ്. മിനിമം 4 കളേഴ്സ് 3-piece അവൈലബിൾ ആണ്. ഓക്കെ. ഇത് കോട്ടന്റെ സെറ്റ്. കോട്ടണിൽ നമ്മള് 3-piece സെറ്റ് ആണ് വരുന്നത്. ഇതാണ് അതിന്റെ ബോട്ടം പെയർ ചെയ്യുന്നത്. ഇത് ദുപ്പട്ട നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ആയിട്ടുള്ള ദുപ്പട്ട. അങ്ങനെ 3-piece ഒരു കോൺസെപ്റ്റ് ആണ്. കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും അവൈലബിൾ ആണ് 3-piece കോൺസെപ്റ്റില്. ഇനി എന്താണ്? ഇതും ഒരു ചിക്കൻ കാരി ടൈപ്പില് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു പ്രീമിയം റേറ്റിൽ വരുന്നതാണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട. ഫുൾ ത്രെഡ് വർക്കില് സ്കാലപ്പ് കൊടുത്ത ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന ദുപ്പട്ട. ഇനിയിപ്പോ ഇത് വേണ്ട, നമുക്ക് സിംഗിൾ കുർത്തി മാത്രം മതി എന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്. പക്ഷെ അത് കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കാൻ നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു കളക്ഷനായി. പിന്നെ ജോർജറ്റ് ഫാബ്രിക്. ഞാൻ എല്ലാ ഫാബ്രിക്കിൽ നിന്നും ഓരോരോ മോഡലാണ് എടുത്ത് കാണിക്കുന്നത്. ഇതൊരു ജോർജറ്റ് ഫാബ്രിക്കില് വന്നിരിക്കുന്നത്. ഇത് ദുപ്പട്ട ഫുൾ ഷാറ്റേർഡ് ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വർക്ക് കേട്ടോ. അപ്പൊ ഇതിലും 3-piece ഒരു പാന്റ് അടക്കം വരുന്നത്. അപ്പൊ ഈ കാണിക്കുന്നത് മൊത്തം 3-piece ഒരു സെക്ഷൻ ഫുൾ 3-piece ക്ലോസ് ലുക്കിൽ നോക്കിയാൽ കാണാം. അതുപോലെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ 3-piece നിലത്ത് കിടക്കുന്നത് മൊത്തം 3-piece കോൺസെപ്റ്റ് ആണ്. ഈ ഫുൾ കാണുന്നത് മൊത്തം കണ്ട ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഏത് മോഡൽ ഒരു വൈറ്റ് കോൺസെപ്റ്റില് ചിക്കൻ കാരിയിൽ തന്നെ ഒരു വൈറ്റ് കോൺസെപ്റ്റില് കോട്ട ചിക്കൻ കാരിയിൽ വൈറ്റ് കോൺസെപ്റ്റില് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൽ ആ ത്രെഡ് വർക്ക് നോക്കി നല്ല കളർ റേഞ്ച് അല്ലേ. അതിൽ ഇത്രയും കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കളേഴ്സ് ഇത്രയും അവൈലബിൾ ആണ്. ഇത് കാണുന്നത് ഫുൾ കളേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ അതിൽ ദുപ്പട്ട. ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്.
ആ കോട്ട ചെക്കിൽ അല്ലേ? ഓക്കെ. പിന്നെ ഇതും കോട്ട ചെക്കിൽ തന്നെ. ഇത് കോട്ടാച്ചക്കല്ല, ഒരു ചന്തേരി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത്. ചെറിയൊരു തിളക്കുണ്ട് അല്ലേ? ചെറിയൊരു തിളക്കമുണ്ട് അതിന്. ചെറിയൊരു തിളക്കം ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഉണ്ട്. അത് ഓവർ ആയിട്ടുള്ള തിളക്കമല്ല, ഒരു ഡബിൾ ഷെയ്ഡ് ടൈപ്പ്. ഇത് കോട്ടച്ചക്ക തന്നെയല്ലേ? ഇത് കോട്ടാച്ചക്ക. ഇത് വ്യത്യാസമുണ്ട്. രണ്ടും മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു തിളക്കം. എന്നാൽ കോട്ടച്ചക്കിന്റെ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ അതുപോലെ ഫീല് തോന്നും. പക്ഷെ ആ ഒരു മെറ്റീരിയൽ അല്ല ദുപ്പട്ട വരുന്നത്. ഇത് ദുപ്പട്ട ഇതൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. വർക്കിൽ വരുന്നതും നന്നായിട്ടുണ്ടല്ലോ. അതും ടിഷ്യൂ സിൽക്കിൽ വന്നിട്ടുള്ളത്. ഒരു ഗ്രീൻ മെഹന്തി ഷെയ്ഡില് നല്ല കളറാ. അതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. 4-5 കളേഴ്സ് അവൈലബിൾ. ഇതില് ഇതാട്ടോ ഈ ഒരു കളർ ഉണ്ട്. പിന്നെ ഈ ഒരു കളർ ഗ്രീൻ ഉണ്ട്, പർപ്പിൾ കളറ്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഗ്രീന്, പിന്നെ ഒരു കളർ കൂടി അതാണ് ഇതേ ഈ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഗ്രീനില് ഇനിയും കോട്ടണിലൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. 3 പീസിന്റെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ കാണുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്. ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടുന്ന് കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ അതെ കൊണ്ടുപോയിരിക്കും. പിന്നെ ഗോഡൌൺ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇനിയിപ്പോ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗോഡൌണിൽ വരില്ല. ഇനിയിപ്പോ ഗോഡൌണിൽ പോകാൻ ഉദ്ദേശിക്കണ്ടോ? ഇല്ല, വേണ്ട, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗോഡൌണും യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് വരുന്നതിന്റെ ഫുള്ള് മെസ്സേജ് കൊടുക്കും. പിന്നെ തിരക്കാണ്, സീസൺ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോഡൌണിലേക്ക് ഈ പ്രാവശ്യം പോകണില്ല. ഇനി ഗോഡൌൺ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിക്കോ. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ എറണാകുളം പ്രസ് ക്ലബ് റോഡ്, എറണാകുളം മാർക്കറ്റ്. പിന്നെ എങ്ങനെയൊക്കെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബസ് വഴിക്ക് വരുമ്പോൾ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ സിലോൺ ബേക്കേഴ്സ് ഉണ്ട്. അവിടുന്ന് പ്രസ് ക്ലബ് റോഡിലേക്ക് എത്താം. പ്രസ് ക്ലബ് റോഡിൽ നിന്ന് അവർ ഡയറക്റ്റ് നമുക്ക് CSB ബാങ്ക് അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണാട്ടോ. ഇവിടെ വന്നിട്ട് ഡോട്ട്സ് എന്ന് ചോദിച്ചാലും മതി. കോൺവെന്റ് റോഡിൽ വന്നിട്ട് ഡോട്ട്സ് എന്ന് ചോദിച്ചാലും മതി. പിന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് കോൺവെന്റ് റോഡ് എന്ന് പറയുമ്പോൾ അവർ ഇവിടെ നിന്ന് തന്നെ നടന്നിട്ട് അവിടേക്ക് എത്തൂട്ടാ. അതല്ല, പ്രസ് ക്ലബ് റോഡ് വഴി എൻട്രി ചെയ്യാം. മിക്കവര് വരുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ വഴി വരുമ്പം MG റോഡ് കട്ട് ചെയ്താ വരാറ്. അപ്പൊ ബസ് വഴിക്ക് വരുമ്പോഴാണ് മേനക ബസ് സ്റ്റോപ്പ് പറഞ്ഞത്. ഇനിയിപ്പോ ട്രെയിൻ വഴിക്ക് വരുമ്പോൾ നോർത്തും സൗത്തും ഏതിലിറങ്ങിയാലും ഡിസ്റ്റൻസ് ആണ്. അതെ. ഇനിയിപ്പോ അവര് വരുമ്പോ ശരിക്കും MG റോഡ് വഴിക്കാണ് അവർ കട്ട് ചെയ്യുക. ഇനി MG റോഡ് വഴിക്ക് കയറുമ്പോൾ ഗോപാലപ്രഭു റോഡ് വഴിക്ക് വരാം, കോൺവെന്റ് ജംഗ്ഷൻ വഴിക്ക് വരാം, പിന്നെ വെജിറ്റബിൾ മാർക്കറ്റിന്റെ ആ ഒരു സൈഡ് വഴിക്ക് എങ്ങനെ വേണമെങ്കിലും വന്നാലും നമുക്ക് വരേണ്ട വഴി എന്ന് പറയുമ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസ് ക്ലബ് റോഡിലേക്കാണ് എത്തേണ്ടത്. അവിടെ ഡോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും വേണ്ട, മിന്നാന്ന് ചോദിച്ചാൽ പറയും. ഡോട്ട്സ് മിന്നാന്ന് പറഞ്ഞാലാണ് ഈ മിന്നാന്ന് പറയണത് ആരാണ്? എനിക്ക് കൺഫ്യൂഷൻ ആവേണ്ടത് നിൽക്കണ ആൾ തന്നെയാണ് കേട്ടോ. അല്ല, ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരു ഐഡിയ കൊടുക്കണ്ട ആരെ ഈ മിന്നാന്ന് പറയാം. ഒരു കൺഫ്യൂഷൻ വേണ്ട, നിൽക്കണ ആൾ തന്നെ. അപ്പൊ ഹോൾസെയിലാണ് മെയിനായിട്ട് ഇതാണ് പറയേണ്ടത്. ബൾക്ക് ടു ബൾക്കാണ് എടുക്കേണ്ടത്. ഇതൊക്കെയാണ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ തീരുന്നില്ല. ഇനിയും കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വീഡിയോ കോൾ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമേഴ്സിന് സ്ലോട്ട് കൊടുത്ത് നമ്മൾ വീഡിയോ കോൾസും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടൈം നമ്മുടെ ടൈം രണ്ടും കൂടിയിട്ട് ഒത്തു വരുന്ന ഒരു സമയത്ത് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് സീസൺ സമയം ആകുമ്പോൾ കുറച്ച് തിരക്കാം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വീഡിയോ കോൾ ഇപ്പൊ തന്നെ കാണാം. അതല്ല, നമ്മൾ ആ ഒരു സ്ലോട്ട് കൊടുക്കും ഇത്രയും ടൈമിൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. സ്റ്റാഫ്മാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.